ആദ്യമേ നമുക്ക് ഈ സബ്ജക്റ്റീവ് ആർട്ട് എന്താണെന്ന് നോക്കാം. കാരണം അതായിട്ടാണ് നമ്മൾ കൂടുതൽ പൊരുത്തപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ സബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു പേഴ്സണൽ ലെവലിൽ നിന്ന് നമ്മളൊരു ആർട്ട് ഫോമിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മുടെ പേഴ്സണൽ ട്രോമ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ പേഴ്സണൽ ഇമോഷണൽ റിലീസിനെ ബേസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ട് ഫോമിനെ ക്രിയേറ്റ് ചെയ്യുക. ഒരു പോയട്രി, അല്ലെങ്കിൽ ഒരു റൈറ്റപ്പോ, നോവലോ, അല്ലെങ്കിൽ മ്യൂസിക്കോ, ഇതെല്ലാം നമ്മുടെ ഒരു ഇമോഷണൽ റിലീസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ റിലീസായിട്ട് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആർട്ടിനെയാണ് നമ്മൾ ഈ സബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനത്തെ മിക്ക മോഡേൺ മ്യൂസിക്, മോഡേൺ ആർട്ട് ഫോംസ്, പെയിൻറ്റിങ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഇപ്പോൾ വേണമെങ്കിൽ പിക്കാസോയുടെ ചില പെയിൻറ്റിങ്സ് ഒക്കെ നമുക്കൊന്ന് കണ്ടറിയാൻ പറ്റും. അതിലൊക്കെ മിക്കതെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു